ഇവിടെ ബോർഡ് കളിക്കാനാ നീ വന്നത്? വിശ്വേട്ടന് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ള ആളല്ലേ. ആള് വിചാരിച്ച നമുക്ക് ശ്രീജന പുള്ളിയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എളുപ്പത്തിൽ കയറ്റാം. നമ്മൾ ചെല്ലുമ്പോൾ അയാളോട് എടുത്ത് ഉച്ചയ്ക്ക് പിന്നെയും തുടങ്ങി. ഒന്ന് പോസിറ്റീവ് അവന്റെ പൊന്ന് വർക്ക് കേട്ടോ. പോസിറ്റീവ് സിംറ്റംസ് കണ്ടാ എന്ന് വെച്ചാ ശുഭലക്ഷണങ്ങൾ. നമ്മുടെ ബോർഡുകൾക്കുള്ള മാറ്റർ എല്ലാം റെഡിയാ. താൻ കമ്മിറ്റി ഓഫീസിലേക്ക് ഒന്ന് പോയാൽ മതി. ഞാൻ തന്നെ വിളിക്കാനിരുന്ന വേറെ കാര്യത്തിനാ. എന്റെ ഒരു അനന്തരവൻ ചെക്കനുണ്ട്. അവൻ ഈ ഡിസൈനിങ്ങിലൊക്കെ ഭയങ്കര ക്രൈസാണ്. വിമലേ വാ, ഇവൻ കുറച്ചാൾ തന്റെ ഷോപ്പിൽ ഡിസൈനറായിട്ട് നിൽക്കട്ടെ അല്ലേ? ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകുന്ന നല്ലതല്ലേ? പിന്നെ അത് വളരെ നന്നായിരിക്കും. എടാ ഇത് മനുവേട്ടനെ എനിക്കറിയാം. മനുവേട്ടൻ കെട്ടാകുന്ന പൊന്നിയല്ലേ വിജയേട്ടൻ അടിച്ചോണ്ട് പോയത്. ഞാൻ വിജയേട്ടൻ സ്വന്തം ആളാൻ തോളി. അപ്പൊ ഷോപ്പിൽ നിന്ന് കാണാം. അത് വേണോട്ടാ, ഷോപ്പിൽ വിൻഡോസ് ആണോ അതോ മാക് ആണോ? വിൻഡോസാ. അയ്യേ വിൻഡോസാ. അപ്പൊ വരുന്നില്ലേ? അല്ല വരും, പക്ഷെ മൺഡേനെ ലീവ് ആയിരിക്കും. ട്യൂസ്ഡേ ജോയിൻ ചെയ്യാം. അപ്പൊ ഞാൻ പോയിട്ട് വരാം. ശരി അപ്പൊ ഷാഫി ഞാൻ ബാറ്റ് ചെയ്യണം. അപ്പൊ ശരി മോനെ മനു, ഈ പോസിറ്റീവ് ആവുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഈ പോസിറ്റീവിന്റെ അടിയിലെ വാലിന് ഇത്തിരി നീളം കൂടി അത് വേറൊരു സാധനമാവും. അതെന്താണെന്നറിയോ നിനക്ക്? എന്താ? കുരിശ്. അതാ നീ ഇപ്പൊ പിടിച്ചേക്കണത്. സാരമില്ല, നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് കൊരുത്ത് വെക്കാം. ഇവിടെ കളികളൊക്കെ ആ കുരുപ്പം കനാറിന് അത് വിശ്വേട്ടൻ്റെ അടുത്ത് എത്തിച്ചാൽ നമ്മുടെ എല്ലാ പ്ലാനുകളും പൊസുങ്ങനാവും. മതി കടിച്ചത് ഇനി എന്റെ കടിച്ചു. കുറെ കാലം വെട്ടിയിട്ട്. ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുവരെ മോൻ വേണമെങ്കിൽ വീട്ടിൽ ചെന്നിരുന്ന. ഓ വേണമെന്നില്ല. എനിക്ക് ചൂടെടുക്കുമ്പോ നമ്മുടെ പ്രിന്റിംഗ് റൂമിൽ AC ഉണ്ടല്ലോ, ഞാൻ അവിടെ കയറിയിരിക്കാം. അല്ല മനോട്ടാ, മനോട്ട രാവിലെ എന്താ ഫോട്ടോഷോപ്പ് അടിച്ച്? ആളെ നിനക്കറിയോ? പിന്നെ ആള് ഞാനും കട്ട ഫ്രണ്ട്സ് അല്ലേ. വെടുപ്പായി ഒന്നുകൊള്ളട്ടെ കുരുപ്പിനെ. എന്തേലും ചെയ്യും. അത് ശരിയായില്ലടി. വേറെ 1-2 ഇന്റർവ്യൂസ് കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്താവും നോക്കാം. ശ്രീജ, ഞാനിപ്പോ ഓർത്തേ ഉള്ളൂ. ഇവനെന്താ ഇവിടെ? അത് ശ്രീജ, ഇവനെ വിശ്വട്ടം പറഞ്ഞിട്ട് ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിടണം. അല്ല, പറഞ്ഞു വിടുന്ന വെച്ചാ ഞങ്ങള് വിശ്വട്ടന്റെ വർക്ക് ഇല്ലയോ? അതിപ്പോ വർക്ക് കുറെ. ശ്രീജ, 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 അവിടെ പോയി പണി നോക്കാൻ പറഞ്ഞോട്ടാ. നീ പോടേക്കാം. ഇറങ്ങി പോണോ അവിടുന്ന്? ആഹാ കാണിച്ചുതരാം. എന്ത് കാണിച്ചുതരാം? കാണാം. നീ പോടാ. പോടാ അവിടുന്ന്. ഹലോ അങ്ങളെ, കുഴപ്പമില്ല. ഇനി സമയം വൈകിട്ടൊന്നുമില്ല. നടന്നതൊക്കെ നീ ഉള്ളതുപോലെ അവളെടുത്ത് പറ. എന്നിട്ട് ആ തെറ്റിദ്ധാരണ ആദ്യം മാറ്റാൻ നോക്കും. ചെല്ല്. ശ്രീജ, വണ്ടിയോടെ വെക്കാൻ പറ്റില്ല കേട്ടോ. ഒരു മിനിറ്റ്. ശ്രീജ, ശ്രീജ നിനക്ക് ഞാൻ പറയട്ടെ. ശ്രീജ സംസാരിക്കായിരുന്നു അല്ലേ? അയ്യോ വിശ്വട്ടാ, ഞാൻ ഇപ്പൊ തന്നെ വരാം. മനു, തന്റെ പ്രിന്റ് മോശമാണെന്നാ ഇവിടെ എല്ലാരും പറയണത്. അതുകൊണ്ട് നമ്മളത് വേറെ ടീമിന് കൊടുക്കാണ്. വിശ്വട്ടാ, മറ്റാര് തരണേനേക്കാളും നല്ല ബെസ്റ്റ് പ്രിന്റ് ഞാൻ നിങ്ങൾക്ക് തരാം. അത് എന്റെ വാക്കാ. പ്ലീസ് വിശ്വട്ടാ, ഈ ഓർഡർ എനിക്ക് തന്നെ തരണം പ്ലീസ്. താനൊരു കാര്യം ചെയ്യും. നാളെ കലാസന്ധ്യയുടെ ഉദ്ഘാടനത്തിന് സ്റ്റേജിൽ വെക്കാനുള്ള മെയിൻ ഫ്ലെക്സ് അടിച്ചോണ്ടോ. അത് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓർഡർ തനിക്ക് തന്നെ തരാം. ഓക്കെ വിശ്വട്ടാ, താങ്ക്സ്. എന്താണ്ടാ കെട്ടി തീർന്നാ? ഒരു 10 മിനിറ്റ് പ്രിന്റ് സൂപ്പർ ആട്രാ. റേറ്റ് ഇത്തിരി കൂടുതലാ, എന്നാലും കുഴപ്പമില്ല. വിളിച്ചു പറഞ്ഞപ്പോൾ അവന്മാരെ നന്നായിട്ട് അടിച്ചു തുടങ്ങി. ഈ ഓർഡർ നമുക്ക് കിട്ടിയില്ലെങ്കിലത്തെ അവസ്ഥ നിനക്കറിയാലോ. പഠിക്കും. പ്രിന്റ് കണ്ടിട്ട് മൂപ്പർക്ക് ഇഷ്ടമായി മതിയായിരുന്നു. വിശ്വട്ടനാ. തിരക്കിനിടെ തന്നെ വിളിക്കാൻ വിട്ടുപോയി. നമ്മുടെ ഉദ്ഘാടനത്തിന് വരാവുന്ന ആ തെണ്ടി കാല് മാറി. പകരം ഒറ്റപ്പാലത്തുള്ള നമ്മുടെ ആ നടനില്ലേ, ആ ആനന്ദൻ, ആള് വരാവുന്ന ഏറ്റിട്ടുണ്ട്. അപ്പൊ ആളുടെ പേര് വെച്ച് വേണം ഫ്ലെക്സ് അടിക്കാൻ. പിന്നെ പരിപാടി ഇന്നാണ്, അത് മറക്കണ്ട. ഉദ്ഘാടകൻ ചത്ത ഇല്ലടാ, മാറി. നീ പേടിക്കാണ്ടിരിക്കും. ആദ്യം നമ്മുടെ പുതിയ ഡിസൈൻ നീ കോയമ്പത്തൂർക്ക് മേലി. വൈകുന്നേരം അവരുടെ ഒരു സെറ്റ് പ്രിന്റ് കൂടെ നമുക്ക് വരാനുണ്ടല്ലോ, അതിൻ്റെ കൂടെ കൊടുത്തേക്കാൻ പറയാം. ഇറങ്ങി ഇറങ്ങി നിൽക്കീന്ന് തരാ എവിടേക്കാ ഒന്ന്. ശരി. ഓ ഇത് കുറേ ഉണ്ടല്ലോ.
പൈസ ഇല്ല. പോരാ, കുഴപ്പമില്ല, കുഴപ്പമില്ല. പോരാ, നമുക്ക് പോരാ, ഇനി കേക്ക്. കാണാനുള്ളതല്ലേ? ദേ, മതി, മതി, കുഴപ്പമില്ല. പോരാ, കാശില്ലല്ലോ. പോരാത്. ആ മധു, മനു കിട്ടിയിട്ടുണ്ട്. ആ ബാനറുണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ. ആ മാലതി, ഒന്ന് കാണണമല്ലോ. ശ്രീജിക്ക് തന്നോട് എന്തോ സംസാരിക്കാനുണ്ട്. ഷോപ്പിലേക്ക് വരുമോ? ഇവിടെ ആകുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കാം. സമാധാനമായല്ലോ. പക്ഷേ ശ്രീ, ഞാൻ ഇപ്പോഴും പറയണു, എനിക്ക് എന്തോ ഇത് അത്ര ശരിയായി തോന്നണില്ല. ചിറ്റിലഞ്ചേരി സെന്ററിൽ ഇനിയൊരു പ്രിന്റിംഗ് യൂണിറ്റിന് സ്കോപ്പ് ഒന്നുമില്ലടാ. പക്ഷെ സ്വന്തം നാട്ടിലൊരു സ്ഥാപനം അല്ലേടാ നിന്റെ അച്ഛൻ ആഗ്രഹിച്ചേ. അപ്പോൾ അത് നടത്തി കൊടുക്കേണ്ടത് നീ തന്നെയല്ലേ? രാവിലെ എന്താ ഇതിൽ എന്തോ കളിയുണ്ട്. ഇതിന് മുമ്പ് ഇവനിങ്ങനെ പോണത് ഞാൻ കണ്ടതാണ്. നീ വണ്ടി എടുക്ക്. അവനല്ലേ രാവിലെ ഒന്ന് വേഗം പോടാ. അത് ഇതുവരെ കഴിഞ്ഞില്ലേ? വിഷയുടെ ബാനർ ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയിട്ടില്ല? ഇല്ല. അത് വിഷുവിനേറ്റതല്ലേ? താൻ വന്നേ. ചിഞ്ചിട് ഒന്നും പറ്റിയില്ലോ അല്ലേ? ഇടിച്ചിട്ടിട്ട് മുങ്ങാൻ നോക്കണം. കുട്ടിയെ ഞാൻ ഇടിച്ചിട്ടില്ല. അവന്റെ അടുത്ത് ചോദിച്ചോക്ക്. ഞാൻ ഇടിച്ചാ നിന്നെ. എവിടെയാ മുട്ടിയെന്ന് പറ. എന്നെ കാണിച്ചു തരണം. ഓട്ടോ വിളി. എന്റെ വണ്ടി എന്റെ മേത്ത് മുട്ടിയിട്ടില്ലാന്ന്. നീ എന്തിനാണ്ടാ കരയുന്നത്? ഞാൻ കണ്ടോ? ഇങ്ങനെ പൂള് വെച്ച് നീ നരകത്തിൽ പോകണ്ട ചക്ക. എന്റെ മേത്തോട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ ബാഗ് വണ്ടിയിലിരിക്കും. എന്റെ ബാഗ് വണ്ടിയിലാണ്. എന്റെ ബാഗ് എന്നിട്ട് നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഇപ്പോഴും ആ ചെക്കനെ കൊണ്ട് ആശുപത്രിയിലാണ്. ആ തെണ്ടി ചെക്കന് ഒരു കുഴപ്പമില്ലടാ. അവരെന്തിനാണ് ഐസിയു കയറി കിടക്കണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ MRI സ്കാനർ കേടായതുകൊണ്ട് അതൊഴിച്ച് ബാക്കി എല്ലാ ടെസ്റ്റുകളും ഇവരെന്നെ കൊണ്ട് അടുപ്പിച്ച്. എനിക്കറിയില്ലടാ ഇവിടെ എന്താ നടക്കുന്നത്. ആ തെണ്ടി ചെക്കൻ ഒരു സൈക്കോ ഉണ്ടോ? സൈക്കോ. ഈ ഒരു ഇല്ല ചേച്ചി, ഞാൻ അവന്റെ ആരുമല്ലാന്ന് എനിക്ക് അറിയില്ല അവൻ ആരാന്ന്. വിശ്വടം വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ നിന്നെ തിരിച്ചു വിളിക്കാം. ആ വിശ്വടാ, വിശ്വട ഒരു 10 മിനിറ്റ്. ഞാൻ ഇപ്പൊ എത്തിക്കാം. നീ എത്തിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് വരിക. ഞാൻ വരുമ്പോഴേക്കും നീ ബാനർ റെഡിയാക്കി വെച്ചേക്കണം. മനോഹര, നമ്മുടെ വീട്ടിലെ കോഴിക്കൂടിന്റെ മുകളിൽ കുറച്ച് ഫ്ലക്സ് വേണം. രാഷ്ട്രീയക്കാരത് വേണ്ട, സിനിമക്കാരത് മതി. കോഴികൾക്ക് പേടി ഉണ്ടാവാൻ പാടില്ലല്ലോ. ഡാ മനു, നീ എന്താ ആളെകളിയൊക്കെ? വിശ്വടാ, ഇതാ കഴിഞ്ഞു. ഒരു 5 മിനിറ്റ്. വിശ്വട്ടിന് ഇരിക്കും. 5 മിനിറ്റ്. അവൻ എന്റെ കോഴിക്കൂടിന്റെ ഫ്ലക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വിഷയം? ഒന്ന് വിളിച്ചു നോക്ക്. വിഷയം ആളില്ലേന്ന്? വിശ്വടാ, പ്രിന്റ് റെഡി. നോക്ക് കണ്ട ചേട്ടാ, നിങ്ങളുടെ ഫ്ലെക്സ് ഇതിലുണ്ട്. വന്നെടുത്തു. ആണോ? എന്താ അല്ലേ? അപ്പൊ ഇതൊന്നും ഇവിടല്ലേ അടിക്കണത്? എവിടെന്ന്? ഞാൻ അന്നേ പറഞ്ഞല്ലോ വിഷയട്ടാ, ഇതൊരു മാതിരി ഫ്രോഡ് സെറ്റപ്പാ. ശരിയാണോടാ? നിങ്ങളിവിടെ പ്രിന്റ് അടിക്കുന്നില്ലേ? മോനെ, എന്നിട്ടാണോ നീ എന്നെ ഇത്ര നേരിട്ട് കുറെ കളിപ്പിച്ചത്? നീ എന്താണ്ടാ വിചാരിച്ചത്? ആളെ പൊട്ടനാക്കാന്നാ? ഇനി വിചാരിക്കാനൊന്നുമില്ല. ആ ഓർഡർ നീ മറന്നേക്ക്. ഈ വിശ്വനിട്ട് പണിയാൻ നോക്കിയിട്ട് ഈ നാട്ടിൽ നീ ഓർഡർ പിടിക്കുന്നു വിചാരിക്കണ്ട. വേറെ തിരക്കൊന്നും കഴിയട്ടെ, നിന്നെ കണ്ടോളാം. എന്താ പറ്റി? രമേശ,
എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രസിഡന്റിനെ ഒക്കെ കൊണ്ടുവന്ന് വലിയ ഉദ്ഘാടനം ഒക്കെ നടത്തി നാട്ടുകാരെ പറ്റിക്കാൻ നോക്കിയതാ. ഞങ്ങളത് കൈയോടെ പിടി. ആരോടാ നാട്ടുകാരെ പറ്റിച്ചത്? ഇതിനൊക്കെ പിന്നെ പറ്റിക്കാന്നല്ലാണ്ട് എന്ത് തേങ്ങയാട്ടാ പറയേണ്ടത്? അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാണ് ഇതൊന്നും നിനക്കൊണ്ട് നടക്കില്ലാന്ന്. അപ്പൊ നീ എന്നോട് വലിയ ഡയലോഗ് അടിച്ച് പറഞ്ഞ വാക്കിന് വിലയുള്ള ആണാണെങ്കിൽ നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഈ റൂം എടുത്തോളാം. അന്ന് പറഞ്ഞ അതേ അഡ്വാൻസ് അതേ റെന്റ്. കേട്ട നീ ഇനി നാടകം കളിക്കാണ്ട് കടമുറി കാലിയാക്കാൻ നോക്ക്. എന്നെ കൊണ്ട് ഇമാതിരി വണ്ടി വലി പറ്റില്ല. നമുക്ക് പോവാം. മനുവിന് ഇതൊക്കെ അന്നേ പറയായിരുന്നില്ലേ? പറയായിരുന്നു. അതെ പറയായിരുന്നു. പിന്നെന്താ പറയാഞ്ഞേ? എനിക്ക് ബിസിനസ് ഒന്നും ശരിയാവില്ല എന്ന് ശ്രീജ എന്നെ പറഞ്ഞല്ലേ. അതിപ്പോ ബോധ്യായില്ലേ? ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. അതെ പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നു. മനുവിന് പറ്റിയതല്ലേ ഈ ബിസിനസ്. യു ആർ എൻ ആർട്ടിസ്റ്റ്. അത് ഞാൻ അന്ന് പറഞ്ഞപ്പോ മനു കംപ്ലീറ്റ് റോങ് സെൻസിലെടുത്ത്. അതിന് കാരണം മനുവിന്റെ ഈ കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അത് മൂത്ത് പ്രാന്തായതാണല്ലോ ഈ കഴിഞ്ഞതിന്റെ ഒക്കെ ചുരുക്കം. ആർക്കാടി കോംപ്ലക്സ്? ആർക്കാന്ന്?